Good morning, students. This playlist is നമ്മുടെ പേപ്പറായ MAT 102 Vector Calculus and Differentiation Transforms എന്ന പേപ്പറിലെ രണ്ടാമത്തെ മോഡ്യൂൾ നമ്പർ 2 Vector Integral Theorem. Vector Integral Theoremത്തിലെ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് ഗ്രീൻസ് തിയറം to evaluate integral over C log 1 plus y dx minus xy by 1 plus y dy, where C is the triangle with the vertices 0, 0, 2, 0 and 0, 4. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇതൊരു ലൈൻ ഇന്റഗ്രൽ ആണ്. നമ്മൾ ചെയ്യേണ്ട തിയറം ഏതാണ്? ഉപയോഗിക്കേണ്ട തിയറം ഏതാണ്? ഗ്രീൻസ് തിയറം ആണ്. അപ്പോൾ അത് നമ്മൾ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതും. ഗ്രീൻസ് തിയറം എന്താണ്? ബൈ ഗ്രീൻസ് തിയറം Green's theorem, line integral of C f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou into b. ഇതാണ് നമ്മുടെ ഫോർമുല. ലൈൻ ഇന്റഗ്രൽ ഫോർമുല ഇതാണ്. ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല എഴുതാം. ലൈൻ ഇന്റഗ്രൽ ഓവർ സി f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into d. ഇവിടെ നമുക്ക് g എന്ന ഫംഗ്ഷനും f എന്ന ഫംഗ്ഷനും ഐഡന്റിഫൈ ചെയ്യാം. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ dx ന്റെ കൂടെ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ f എന്ന് വിളിക്കുന്നത്. അപ്പൊ f എന്തായിരിക്കും? F is equal to log 1 plus 1. അതുപോലെ y യുടെ കൂടെ വരുന്നതാണ് g. g എന്ന ഫംഗ്ഷൻ എന്താണ്? മൈനസ് എക്സ് വൈ ബൈ 1. അപ്പൊ f എന്ന ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു, g എന്ന ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് g എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് വൈ ബൈ 1 പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ് ജി എന്ന ഫംഗ്ഷനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ബൈ 1 പ്ലസ് മൈനസ് വൈ ബൈ 1 പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? അതുപോലെ തന്നെ എഫ് എന്ന ഫംഗ്ഷനെ ഡോ എഫ് ബൈ ഡോ വൈ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 by 1 plus 1. അപ്പൊ നമ്മള് ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോ എഫ് ബൈ ഡോ വൈ. ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? മൈനസ് വൈ ബൈ 1 പ്ലസ് വൈ. ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? 1 by 1 plus 5. ജി എന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൈ ബൈ 1 പ്ലസ് വൈ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. എക്സിന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 1 കിട്ടും. അതിൽ എഫ് എന്ന ഫംഗ്ഷനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by 1 plus y കിട്ടും. log x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 1 by x ആണ്. ഇവിടെ log 1 plus y എന്ന് പറയുമ്പോൾ 1 by 1 plus y. അപ്പൊ നമുക്ക് ഡോ ജി ബൈ ഡോ എക്സ് കിട്ടി, ഡോ എഫ് ബൈ ഡോ വൈ. ഇനി നമ്മൾ ഇത് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഡബിൾ ഇന്റഗ്രൽ ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? മൈനസ് വൈ ബൈ 1 പ്ലസ് വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? 1 by 1 plus y ഇൻടു സിംപ്ലിഫൈ നമുക്ക് എന്ത് കിട്ടുന്നെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഓഫ് വൈ പ്ലസ് 1. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്, 1 പ്ലസ് വൈ പ്ലസ് 1 ആണ്. ഇത് വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ഇന്റഗ്രൽ ആർ മൈനസ് ഡി, ദാറ്റ് ഈസ് മൈനസ് ഡബിൾ ഇന്റഗ്രൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയൻ. അപ്പൊ നമുക്ക് ഗ്രീൻ സേർത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് കിട്ടി? മൈനസ് ഡബിൾ ഇന്റഗ്രൽ ആർ. ഇനി നമുക്ക് ഡി എ എന്നുള്ളത് ഡി എക്സ് ഡി വൈ എന്നും ചെയ്യാം, ഡി വൈ ഡി എക്സിലും ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. അടുത്ത സ്റ്റേജ് ഇത് നമുക്ക് മൈനസ് ഡബിൾ ഇന്റഗ്രൽ ഡി എന്നുള്ളത് ഡി വൈ ഡി എക്സ് എടുക്കണം. ഡി വൈ ഡി എക്സ് എടുക്കുമ്പോൾ വൈയുടെ ലിമിറ്റ് കിട്ടണം, എക്സിന്റെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് ഇവിടെ സി ഇസ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. എക്സ് ആക്സിസ് വരയ്ക്കാം, വൈ ആക്സിസ് വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്,
ഇത് 0 0 എന്ന പോയിന്റ്, ഇത് 2 0 എന്ന പോയിന്റ്, ഇത് 0 4 എന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ റീജിയൻ. റീജിയൻ ഇതാണ്. ഈ റീജിയനിൽ dydx ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഇങ്ങനെ വരയ്ക്കണം. സ്ട്രിപ്പ് താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? എക്സ് ആക്സിലാണ് ടച്ച് ചെയ്യുന്നത്. വൈഡ് ലോവർ ലിമിറ്റ് 0. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? y മൈനസ് y1 is equal to y2 മൈനസ് y1 by x2 മൈനസ് x1 into x മൈനസ് x. അപ്പോൾ y മൈനസ് y1 എന്താണ്? y1 is equal to 0. y2 എന്താണ്? y2 is equal to 4 minus 0 by 0 minus 2 to x minus, simplify നമുക്ക് എന്ത് കിട്ടും? y by minus 2 into x minus 2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y is equal to minus 2x plus 4. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പർ ലിമിറ്റ് വൈയുടെ അപ്പർ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y is equal to minus 2x plus 4 എന്നാണ്. ഇവിടെ നമുക്ക് minus 2x plus 4 minus 2x. ഇനി അതുപോലെ തന്നെ എക്സിന്റെ ലിമിറ്റ് എന്താണ്? എക്സ് വേരീസ് ഫ്രം 0 മുതൽ 2, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ്. ഇനി നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിയും. ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, രണ്ടാമത് നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ നോക്കാം. ദാറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ 0 to 2. ആദ്യം y വെച്ചിട്ട് ഇവിടെ y വരും. 0 to 4 minus 2x. That is minus 0 to 2. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 minus 2x എന്ന് വരും. That is നമുക്ക് എന്താ കിട്ടും? That is minus 0 to 2. ഈ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4x minus 2x square by 2. 2x square by 2. ലോവർ ലിമിറ്റ് എത്രയാണ്? 0, അപ്പർ ലിമിറ്റ്. Then ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു 2 അപ്ലൈ ചെയ്യുമ്പോൾ 4 8 വരും. ഇവിടെ 2 2 ക്യാൻസൽ ആവും. ഈ 2 4. ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? -4. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്? ഫൈനൽ ആൻസർ വിൽ ബി -4. ഇങ്ങനെയാണ് നമ്മൾ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into dA. അതാണ് ആ ഫോർമുല. ആ ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെച്ചു. ആ ഫോർമുല എഴുതി വെച്ചതിന് ശേഷം അതില് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എഫും ജിയും ഐഡന്റിഫൈ ചെയ്യണം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? dx-നോട് ചേർന്ന് കിടക്കുന്നതാണ് എഫ്. അതുപോലെ dy-യോട് ചേർന്ന് കിടക്കുന്നതാണ് ജി. അപ്പൊ എഫും ജിയും കിട്ടിക്കഴിഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് എന്ന ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. ജി എന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡോ ജി ബൈ ഡോ എക്സ്. അങ്ങനെ ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ കിട്ടിക്കഴിഞ്ഞാൽ ഡോ ജി ബൈ ഡോ എക്സിൽ നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ കുറയ്ക്കുക. ഡോ ജി ബൈ ഡോ എക്സിൽ നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ കുറയ്ക്കുക. അങ്ങനെ കുറച്ചതിന് ശേഷം നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നമുക്ക് മൈനസ് ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഡി എ കിട്ടും. മൈനസ് ഡബിൾ ഇന്റഗ്രൽ ഡി എ. ഇനി ഡി എ എന്നുള്ളത് ഡി വൈ ഡി എക്സിലും ചെയ്യാം, ഡി എക്സ് ഡി വൈയിലും ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മുടെ കർവ് എന്താണ്? സി ഇസ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0 0 2 0 0 4. അപ്പൊ നമ്മൾ ആദ്യം ഡി വൈ ഡി എക്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ആ റീജിയനിൽ അങ്ങനെ ചെയ്യുമ്പോൾ വൈ വെച്ചാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെങ്കിൽ, ഡി വൈ ഡി എക്സിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് പാരലൽ ടു വൈ ആക്സിസ് ചെയ്യാം. പാരലൽ ടു വൈ ആക്സിസ്. അങ്ങനെ പാരലൽ ടു വൈ ആക്സിസ് നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ അതിന്റെ ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ആക്സിലാണ്. അപ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് വിൽ ബി, വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും 0 എന്ന് കിട്ടും. വൈയുടെ ലോവർ ലിമിറ്റ് 0 എന്ന് കിട്ടും. ഇനി അപ്പർ ലിമിറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം?
അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പ് മുകളിൽ ആ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ആ ലൈനിൽ ടച്ച് ചെയ്യുമ്പോ അതായത് ആ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 2 പോയിന്റ് 20 എന്നൊരു പോയിന്റ് ഉണ്ട്, 04 എന്നൊരു പോയിന്റ്. അപ്പൊ ഈ 2 പോയിന്റ് എന്നാൽ ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിയ എന്താണ്? y ഈസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. അപ്പൊ ഈ സ്ട്രിപ്പ് ഇവിടെ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് വൈയുടെ അപ്പർ ലിമിറ്റ് നമ്മൾ എന്തെടുത്തു? മൈനസ് 2x പ്ലസ് 4 ഓർ 4 മൈനസ് 2x. ഇനി എക്സിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? എക്സിന്റെ വേരിയസ് ഫ്രം 0 to 2. അതിനുശേഷം നമ്മൾ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 2x കിട്ടും. ആ 4 മൈനസ് 2x നമ്മൾ വീണ്ടും x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 4x മൈനസ് 2x സ്ക്വയർ ബൈ 2 2 കട്ട് ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 8 മൈനസ് 4 വരും. ഒരു മൈനസ് പുറത്ത് കിടപ്പുണ്ട്. ഫൈനൽ ആൻസർ വിൽ ബി. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. മോഡ്യൂൾ നമ്പർ 2 വെക്ടർ ഇന്റഗ്രൽ തിയറത്തിൽ ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.